ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പാലക് പനീറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പാലക്ക് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച വെള്ളത്തിലേക്ക് ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം വെള്ളം പാർന്ന് കളയണം. പനീർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പാലക്ക് ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കണം. ഇങ്ങനെ എടുത്ത് കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക് എടുത്തു വയ്ക്കണം. ഇനി പാലക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കാം. പാൻ അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഉണ്ട്, 2 പച്ചമുളക്, കുറച്ച് സവാള, കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി ചെറുതായി കുറച്ചിടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. ഇതാ പാലക്ക് മസാലയൊക്കെ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചു വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട്. കളറൊന്നും മാറിയിട്ടില്ല. ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ എണ്ണയിൽ ഇത് ചെയ്യാം, പക്ഷെ ഞാൻ ബട്ടറിലാണ് ഉണ്ടാക്കുന്നത്. ഒരു പൊടിക്ക് ജീരകം ഇട്ട് കൊടുക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്കും മസാലയും കൂടി ഉപയോഗിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ അങ്ങനെ പാലക്കൊക്കെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. വെന്തിട്ടുണ്ട്, നല്ലപോലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇനി നമ്മളിത് പനീർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും എപ്പോഴും നിങ്ങൾ ഈ പാത്രത്തിൽ തന്നെയാണോ കുക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റിയൊരു പാത്രമാണിത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ പനീർ പാലക് ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊടിക്ക് ബട്ടർ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു സ്വല്പം ചേർക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.